ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ നോമിനേഷൻ എല്ലാവരും കണ്ടു കാണും. ആ നോമിനേഷനിൽ അനുമോള് ഒരു കാര്യം പറയുന്നുണ്ട് ആര്യനെ കുറിച്ച്. ആര്യൻ എപ്പോഴും ദേഹത്ത് തൊടുകയാണ്, ദേഹത്ത് തൊട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഇത് ഇപ്പോഴല്ല, കുറച്ച് ആദ്യം മുതലേ ഉള്ളതാണ്. ഇവനെ അവിടെയുള്ള മിക്ക പെണ്ണുങ്ങളുടെയും ദേഹത്ത് കയറി തൊടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടാണ് നൂറയെ ടച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവന് പറ്റുന്നിടത്തല്ല. എന്തുകൊണ്ട് ഇവൻ ലക്ഷ്മി എടുത്ത് പോകുന്നില്ല? എന്തുകൊടുത്ത് ഇവൻ ബിന്നിയോട് പോകുന്നില്ല? അപ്പോൾ ഈ പറയുന്ന അനുമോളെയോ ഈ പറഞ്ഞ നൂറയെയോ ആദിലെ തൊട്ട് അവരും അറിയും. അപ്പം നൂറയെയോ ഒക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രതികരിച്ചാലും ഇവന് സപ്പോർട്ടായിട്ട് കുറച്ച് പേര് വരുമെന്നറിയാം. ഇവൻ എല്ലാവരും ജിസേലിനെ പോലെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, എനിക്കിത് കണ്ടിട്ട് തോന്നിയതാ. ആദ്യം പോലെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ ഈ അനുമോളെയും ഒക്കെ അനുമോളോടാണ് കൂടുതലും. അനുമോളെ കാണുമ്പോൾ അനുമോളോട് പോയി അനുമോളുടെ ദേഹത്ത് അറിയാതെ വീഴുന്ന പോലെ കാണിക്കുക, അനുമോളെ ടച്ച് ചെയ്യുക, ദേഹത്ത് തൊട്ടുകൊണ്ടിരിക്കുക. ഒരു പെണ്ണിന് തൊടുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊടാൻ പാടില്ല. അത് ഏത് ഗെയിം ഷോ ആയിക്കോട്ടെ അല്ലായിരിക്കട്ടെ. ഇവന് അവിടെ എന്തെങ്കിലും പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ടോ ഇവനെ ലേഡീസിനെയൊക്കെ ടച്ച് ചെയ്യാമെന്നുള്ളത്? എന്തായാലും അനുമോള് പറയാൻ നമുക്കൊന്ന് കേൾക്കാം. തുടരുന്ന ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് വിലക്കി കേട്ടില്ല. ഇപ്പൊ കൂടി തൊട്ടിരിക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ കൂടി തൊട്ടിരിക്കുക. കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ ഇനി എന്റെ മേൽ തുടരുത്. അപ്പം അനുമോള് പറയുമ്പോഴും അവനാണെങ്കിൽ അനുമോള് അവിടെ തൊടുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവൻ ഡബിൾ മീനിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അത് അനുമോളോട് തന്നെയാണ് ഇവൻ പറഞ്ഞതും. അതുപോലെ തന്നെ നൂറയോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ലക്ഷ്മിയോട് സംസാരിച്ചപ്പോഴാണ് ലക്ഷ്മി ഒരു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഇനി എന്നോട് അങ്ങനെ സംസാരിക്കരുത്, എനിക്കത് ഞാൻ ഒരു അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് ഇവനെ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇവന് എന്തെങ്കിലും സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടോ ബിഗ് ബോസിൽ? ഇവൻ ആദ്യം മുതലേ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അനുമോളുടെ ദേഹത്ത് ടച്ച് ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും ഇവൻ പാഴാക്കാറില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് ഇവനെ ആണെങ്കിൽ ആ ടച്ച് ചെയ്തിട്ട് പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇവനെ പോലെയാണ്. ഇവനൊരു കോമഡി ആക്കി കളയും. എന്നിട്ട് ഇവനെ എതിർക്കുകയാണെങ്കിൽ ഇവൻ അവിടെ അങ്ങ് ഭയങ്കരമായിട്ട് ഇവൻ ഷൗട്ട് ചെയ്യുന്നത് കാണാം. ജിസയിലാണ് എല്ലാവരും എന്നുള്ള ഇവനൊരു വിചാരമുണ്ട്. ജിസയിൽ സമ്മതിക്കുമായിരിക്കും, ദേഹത്തോടുമ്പോഴും ഒക്കെ ജിസയിൽ മിണ്ടത്തില്ലായിരിക്കാം. പക്ഷെ മറ്റുള്ളവർ പ്രതികരിക്കും. അത് ഏത് ഗെയിം ഷോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിനെ വിലക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബിഗ് ബോസ് ഇത് പ്രത്യേകം വിലക്കേണ്ട സമയം കഴിഞ്ഞു. പല പ്രാവശ്യം ഇവനിത് ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ മാരത്തോൺ ടാസ്കിനകത്ത്. ആ സമയത്ത് നൂറയെ ടച്ച് ചെയ്യുന്നത്, എന്നിട്ട് ഇവൻ പറയുന്നു ഞാൻ എന്റെ ജിസേൽ മാമി ആണെന്ന് ഓർത്തുപോയി എന്ന്. അപ്പൊ എല്ലാരെയും ജിസേൽ മാമി എന്ന് പറഞ്ഞ് ഇവൻ ഓർക്കുകയാണെങ്കിൽ അനുമോളെ ജിസേൽ മാമി ആയിട്ട് ഇവൻ കാണാൻ പോവാണെങ്കിൽ അനുമോളുടെ സ്വഭാവം ഇവൻ ശരിക്കും അറിയും. എന്നുവെച്ചാൽ അനുമോൾക്ക് അവിടെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അനുമോൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അനുമോൾക്ക് എഗൻസ്റ്റ് ആവും. എന്നിട്ട് എന്താവും സംഭവം? തിരിച്ച് നേരെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇവൻ പറയും, അനുമോൾക്ക് എന്നോട് ലവ് ആണ്, എന്നെ അനുമോള് ട്രാപ്പിലാക്കാൻ നോക്കുകയാണ്, ഞാൻ അനുമോളുടെ ട്രാപ്പിൽ വീഴാതെ ഞാൻ നടക്കുകയാണ്, എനിക്ക് അനുമോളെ ഇഷ്ടമല്ല. അനുമോള് ഇവനെ എന്തോ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് പോലെ ഇവൻ ആക്കി തീർക്കും. ഇവനെ നേരത്തെയും ഉള്ളൊരു സ്വഭാവമാണ്. അതുകൊണ്ട് ഇപ്പോൾ അനുമോൾ എന്തായാലും അത് അവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആരും മൈൻഡ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരെങ്കിലും ആണ് ഇത് അവിടെ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അവിടെ ഭൂകമ്പം ഉണ്ടായേനെ. അനുമോൾ ആയതുകൊണ്ട് അനുമോളോട്, പ്രത്യേകിച്ച് ഈ അനുമോളോട് ഈ ലേഡീസ് കണ്ടസ്റ്റൻസിന് കൂടുതലും ഇഷ്ടമല്ല. വേറൊന്നുമല്ല, അത് അവരുടെ അസൂയ, കുശുമ്പ് ഇതൊക്കെ തന്നെയാണ്. വേറൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ പ്രൊഫഷണൽ ആയിട്ട് ഇവർക്ക് വെളിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്താണെന്ന് പറഞ്ഞാലും അനുമോളോട് ഇവർക്ക് അസൂയയും കുശുമ്പും ഒക്കെയാണ്. അതുകൊണ്ടാണ്, ഒരു ലേഡി അല്ലേ അതും. അപ്പൊ ആ ലേഡി അങ്ങനെ പറയുമ്പോൾ ഘോരഘോരം അവിടെ നിന്നുകൊണ്ട് ലേഡീസിന് വേണ്ടി വാദിക്കുന്ന ലക്ഷ്മി വരെ അവിടെ മിണ്ടാതിരിക്കുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നൂറയും ആദിലയും ആരും പ്രതികരിക്കുന്നതായിട്ട് കണ്ടില്ല. പ്രത്യേകിച്ച് നൂറയാണെങ്കിൽ ഈ ആര്യൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ആര്യനോട് നൂറ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴൊക്കെ നൂറ പ്രതികരിക്കുമെന്ന് പറഞ്ഞാലും നൂറ അത്രയും സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷെ അനുമോൾ പല പ്രാവശ്യം സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ എന്റെ ദേഹത്ത് തൊടരുത്, നീ എന്റെ ദേഹത്ത് ടച്ച് ചെയ്യരുത് എന്നൊക്കെ. എനിക്കറിയത്തില്ല ഇനി ബിഗ് ബോസ് ഇവന് വേണ്ടി പ്രത്യേക റൂൾസ് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അനുമോളെയും എല്ലാവരെയും ഇങ്ങനെയുള്ള ലേഡീസിനെ ഇവന് ടച്ച് ചെയ്താൽ ഇവനെ ഒന്നും പറയത്തില്ല എന്നുള്ള ലേഡീസ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇവനെ എന്തും കാണിക്കാം അവരോട്. അവരെന്തെങ്കിലും തിരിച്ചു പറയുവാണെങ്കിൽ അത് വേറെ രീതിയിൽ. എന്ന് വെച്ചാൽ ഇവൻ കാമദേവനാണല്ലോ. അപ്പൊ കാമദേവൻ പറയും എന്നെ ഇവരെല്ലാം കൂടെ സ്നേഹിക്കാൻ വന്നിട്ടാണെന്ന് പറഞ്ഞു കളയും. അതുകൊണ്ട് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും അവരാരും മിണ്ടാത്തത്. ഓക്കെ, അതുപോലെയാണ് നമ്മളെ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ഷാനവാസിനെ ഒരു കാര്യത്തിന്റെ പേരിൽ ലാലേട്ടൻ ഒരുപാട് വഴക്ക് പറയുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു വട്ടം എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അതേ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ പലരും അങ്ങനെ ചോദിച്ചിരുന്നു. പക്ഷെ ലാലേട്ടനാണെങ്കിൽ എന്ത് ചെയ്തു? അവരാരെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഷാനവാസ് അവിടെ നിന്ന് അത് കാണിച്ചപ്പോൾ, ഒന്ന് എനിക്ക് സംസാരിക്കണം എന്നുള്ള ആംഗ്യം കാണിച്ചപ്പോഴത്തേക്ക് എടുത്തിട്ട് അലക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടായിരുന്നു. അത് എന്തോ ടാസ്ക് നശിപ്പിച്ചതിലുള്ള ദേഷ്യമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരാളോട് പ്രതികരിക്കേണ്ട രീതി
അത് ഒരുപാട് അതിര് കടന്നു പോയായിരുന്നു ലാലേട്ടന്റെ. അത് അനുമോളോടാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അനുമോളോടും അനീഷിനോടും ഈ ഷാനവാസിനോടും ഒക്കെ ഈ ലാലേട്ടൻ ഇതൊക്കെ കാണിക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ ആര്യൻ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടൻ തലി തലോടി പോകത്തേ ഉള്ളൂ. അപ്പൊ ഷാനവാസ് അവിടെ സംസാരിക്കുമ്പോൾ ഷാനവാസ് അങ്ങനെ കാണിച്ചതിനാണ് ലാലേട്ടൻ ഒരുപാട് വഴക്ക് പറഞ്ഞത്. എന്തായാലും ആ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ എത്ര പേര് അങ്ങനെ കൈ കാണിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. തോന്നുന്ന ചില കാര്യങ്ങളാണ്. ശരി, നിവിൻ എന്താ കൈപറ്റിക്കൊണ്ടിരിക്കുന്നത്? ആര്യനൊരു നല്ല രീതിയിൽ പോസിറ്റീവായിട്ടല്ലേ പറഞ്ഞാണോ? ഓരോ കാര്യത്തിലും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആരും എന്നെ പച്ച നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം പേരാണ് അവിടെ കൈവെക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ടാണ് ഷാനവാസ് ഒരു പ്രാവശ്യം ഒന്ന് കൈ എടുത്ത് എനിക്കൊരു അനീഷ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് കൈ കാണിച്ചതിനാണ് അത്രയും എടുത്തിട്ട് അലക്കിയത്. ഇതിനെ ഞാൻ പാർഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരാളോടുള്ള പ്രത്യേക ദേഷ്യം, മറ്റുള്ള ആൾക്കാരോടുള്ള ഇഷ്ടം അത് ഇവിടെ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സംസാരിക്കാനും വേറൊരാൾക്ക് സംസാരിക്കുന്ന അവസരം ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ അതിന്റെ ഇടയിൽ നിങ്ങൾ സംസാരിച്ച ഞാൻ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? നിങ്ങൾ ആരും സംസാരിക്കാൻ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൈപറ്റി? എല്ലാവരും ഇങ്ങനെ കൈ കാണിക്കാറുണ്ട്. അല്ല, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സംസാരിച്ചോളൂ. അവിടെ ഷാനവാസ് പറഞ്ഞത് ശരിയല്ലേ? എല്ലാവരും അങ്ങനെ കാണിക്കാറുണ്ട്, ഞാനും കാണിച്ചു. അവിടെ ആരാണ് അങ്ങനെ കാണിക്കാത്തത്? ലാലേട്ടന് ഒരാളെ ഒന്ന് പറയാമോ? അപ്പം ഈ പാർഷ്വാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇപ്പൊ ഈ ബിഗ് ബോസ് സീസൺ 7 നടക്കുന്നുണ്ട്. അത് പ്രത്യേകം ചിലർക്ക് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഒതുക്കി കൊടുക്കുന്നു എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ജിസയിലും ആര്യനും തമ്മിലുള്ള സംസാരം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അവർ തമ്മിലുള്ള അടുപ്പം, അവർ തമ്മിൽ ചെയ്ത കാര്യങ്ങൾ, ഇതൊന്നും അവിടെ ചോദിച്ചിട്ടില്ല. ചോദിക്കുന്ന സമയത്തൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ അനുമോളെ അവിടെ എടുത്തിട്ട് അലക്കി. അതുപോലെ തന്നെ ആര്യൻ ഈ പറഞ്ഞ പോലെ ലേഡീസിനെയൊക്കെ ടച്ച് ചെയ്യുന്നു. എന്നിട്ട് ഇവൻ കൂടുതലും അനുമോളോട് പോയിട്ട് ഇങ്ങനെ ടച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ ചോദിച്ചാൽ ഇവൻ പറയുന്നത് ഇവനാണ് അവിടുത്തെ കൊന്നുംകളം രൺബീർ കപൂറിനോടുള്ള ഇഷ്ടം കാരണമാണ് ഈ പറയുന്ന അനുമോള് അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അനുമോളെ ഇവൻ വേറെയായിട്ട് ചിത്രീകരിക്കുകയാണ്, പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് കുറച്ച് അന്തം ഫാൻസുകളുണ്ടല്ലോ, എല്ലാത്തിന്റെയും കാണുമല്ലോ, അല്ലെങ്കിൽ അനുമോളുടെ ഇഷ്ടമില്ലാത്തവർ കാണുമല്ലോ. അവരുടെ പറയും അനുമോളാണ് ചെയ്തത്, അനുമോളോട് എന്തോ അവനോട് ഭയങ്കര ഇഷ്ടമാണ്, അനുമോള് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയും. കുലസ്ത്രീയാണല്ലോ അനുമോള്. ഓക്കെ, അപ്പൊ എന്തായാലും അനുമോൾ ആര്യനോട് അങ്ങനെ പെരുമാറിയതായിട്ട് ഞാൻ ഈ ബിഗ് ബോസ് ഷോ തുടങ്ങിയതിൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അനുമോൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഇവൻ എന്റെ അനിയനെ പോലെ ഉള്ളൂ, ഇവൻ എന്നേക്കാൾ വയസ്സ് കുറവാണ്, ഞാനാണ് ഇവന്റെ പുറകെ നടക്കാൻ പോകുന്നത്, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പല പ്രാവശ്യവും എടുത്തെടുത്ത് അവിടെ അനുമോള് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആര്യന്റെ ഈ പ്രവൃത്തി നിർത്തണം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതുപോലെ തന്നെ പലരെയും പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് അവരുടെ ഗെയിമിനെ ഇല്ലാതാക്കുന്ന ഒരു രീതിയുണ്ട് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ. അതും എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.